ഹലോ, നമ്മൾ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഒബ്വിയസ്ലി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ കോംപ്ലക്സ് മോഡലൊന്നും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇതിനകത്തുള്ള ടൂളുകളും കാര്യങ്ങളും ഓപ്ഷൻസുകളൊക്കെ ഇതിലൂടെ പറഞ്ഞു പോകണം. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ടേബിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ ടേബിൾ അല്ല, കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു ടേബിൾ, അതിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് നമുക്കിവിടെ ഓപ്പൺ ആക്കി വെക്കാം. ഈ ഒരു ടേബിളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഉള്ള ബെൻഡുകളും കാര്യങ്ങളും കട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് 1 by 1 നമുക്ക് പോകാം. ഞാനത് കഴിയുന്നത്ര സ്പീഡിൽ ഇത് തീർക്കാൻ ഞാൻ നോക്കാം. ഒരുപാട് പേര് സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് യൂട്യൂബിൽ നിന്ന് എനിക്ക് കാണിച്ചു. ഇത് സ്കിപ്പ് ചെയ്തിട്ട്, കാരണം ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ടായിരിക്കാം സ്കിപ്പ് ചെയ്തു പോകുന്നത്. പക്ഷേങ്കിൽ എനിക്കിത് നിങ്ങളോട് മലയാളത്തിൽ കൺവേ ചെയ്തിട്ട് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ബോറടിക്കും. ഓക്കെ, അപ്പം ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകാൻ നോക്കാം, അല്ലെങ്കിൽ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ നമ്മൾ ഈ ടേബിളാണ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ റെഫറൻസ് ഇമേജ് ഈ ഒരു സീനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് 2 വിധത്തിൽ റെഫറൻസ് ഇമേജ് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് വെച്ചിട്ട് ഫ്രണ്ട് സ്ക്രീനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്തോളെ. നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഷിഫ്റ്റ് A പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇമേജ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ ആ റെഫറൻസ് ഇമേജ് എടുക്കേണ്ടത് ആ ഇമേജ് അവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഓപ്പൺ ചെയ്ത ഇമേജ് നമ്മളിവിടെ മൂവ് ചെയ്ത് വെക്കാം. കാരണം ഇത് സ്ട്രെയിറ്റ് വ്യൂ ഒന്നുമല്ല, ഇത് സൈഡ് വ്യൂ ആണ്. നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാൻ മാത്രം ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ചിത്രം വേറെ സ്ഥലത്ത് ഉണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നുണ്ട്, നമുക്കത് പെട്ടെന്ന് നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ഈ സ്ക്രീനിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഈ ഒരു സൈസ് മതി. അതിനുശേഷം ഈ സ്ക്രീനിനെ ഇന്നൊരു പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യുക. ഈ സ്പ്ലിറ്റ് ചെയ്തതിൽ അടിഭാഗത്തുള്ള സ്ക്രീനിനെ ഞാൻ ഷെയ്ഡ് എഡിറ്റർ എന്ന ഓപ്ഷനിലേക്ക് മാറ്റി, കാരണം കളർ കൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മുകളിലത്തെ സ്ക്രീനിനെ ഞാനിവിടെ ഇമേജ് എഡിറ്റർ നോട്ട് ഓപ്പൺ ചെയ്തു. ഈ ഇമേജ് എഡിറ്ററിൻ്റെ അകത്ത് ഞാൻ ഓപ്പണിൽ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ പിക്ചർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഫറൻസ് ഇമേജ് ഇവിടെ ആക്റ്റീവാണ്. സോ അത് നമുക്ക് ഇവിടെ എഫക്റ്റ് ആവുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കിടന്നു. ഇതിന് കാര്യമായ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. സോ ഞാനിതിനെ ഒരു റെഫറൻസ് മെഷർമെൻറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഏകദേശം എൻ്റെ ഒരു കണ്ണിൽ ഇതൊരു 500ഉം ഇതൊരു 600ഉം ഈ ഒരു ബോക്സിന് വിത്ത് ഉണ്ടാവും. നമുക്ക് അങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങാം. സോ ഞാനിതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്കറിയാം, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മിഡിൽ മൗസ് ബട്ടൺ അങ്ങോട്ടും മൂവ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വ്യൂവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാനിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാം, റൈറ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ കൂടെ വന്നു. ഈ ഫ്രണ്ട് വ്യൂവിൽ ഞാൻ ഫസ്റ്റ് ഈ ബോക്സ് വരക്കാൻ പോകണം. അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലെയിൻ ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഷിഫ്റ്റ് A പ്രസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. ആ പ്ലെയിനെ ഞാൻ റൊട്ടേറ്റ് എക്സ് ആക്സസിലേക്ക് 90 ഡിഗ്രി കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തു. അതായത് എക്സ് ആക്സസിലേക്ക് അതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്കിതിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഐറ്റമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ 2 മീറ്റർ ബൈ 2 മീറ്റർ എന്ന് കാണാൻ പറ്റും. ഈ 2 മീറ്റർ എന്നുള്ള സാധനത്തിന് ഞാൻ 500 എന്നും ഈ അടിയിലത്തെ Y ആക്സസിനെ ഞാൻ ഇത് 600 എന്നും കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ്. ഈ ബോക്സിനെ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് താഴെ വെച്ചു. ഇതാണ് നമ്മുടെ ബോക്സ്. ശരി, ഇനി ഈ ബോക്സിൽ നിങ്ങൾ കാണാം, ഇവിടെ ഒരു കർവുണ്ട്. സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഒരു കർവുണ്ട്, ഇവിടെ 4 സൈഡും കർവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിന്റെ മൊത്തം വീതി എന്ന് പറയുന്നത് ഞാനൊരു 600 തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. സോ ഞാൻ അസ്യൂം ചെയ്തത് 600 ആയതുകൊണ്ട് ഞാൻ എഡിറ്റ് മോഡിലേക്ക് വന്നു. എഡിറ്റ് മോഡിൽ നമുക്ക് നിങ്ങൾക്കറിയാം വേർട്ടെക്സ്, എഡ്ജ്, ഫേസ്, ഇതിനെ നമുക്ക് ക്വിക്കായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും. 1 വേർട്ടെക്സും 2 എഡ്ജും 3 ഫേസുമാണ്. 1 2 3. ഓക്കെ, നമുക്ക് എഡ്ജ് സെലക്ട് ചെയ്യണമെങ്കിൽ 1, വേർട്ടെക്സ് സെലക്ട് ചെയ്യണമെങ്കിൽ 1, എഡ്ജ് തന്നെ 2, ഫേസിന് 3. അപ്പോൾ ഞാൻ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡിൽ E-ൽ 600 കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫ്രണ്ടിലേക്ക് വന്നു. നമുക്കിത് ബാക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ -600 എന്ന് കൊടുത്താൽ മതി. ഈ 600 എന്നുള്ള സ്ഥലത്ത് -600 ഓട്ടോമാറ്റിക്കായിട്ട് അത് പുറകിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് തന്നെ -600 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പുറകിലേക്ക്. ഇപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഒരു ജസ്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടി. ഞാൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഞാനിത് ഈ
സ്റ്റുഡിയോ മോഡിൻ്റെ അകത്ത് റാൻഡമിൽ മാറ്റി വെക്കും. അതേപോലെ തന്നെ ഇതിൽ ഈ ക്യാവിറ്റി എന്നുള്ള സാധനം ബോത്ത് നിന്ന് മാറ്റിയിട്ട് വെക്കും. അപ്പോൾ നമുക്കൊരു ആംബിയൻ്റ് ഒക്ലൂഷൻ എഫക്റ്റ് കിട്ടും. വർക്ക് ചെയ്യുന്ന നേരത്ത് നമുക്കൊരു ഒരുപാട് ഒബ്ജക്റ്റുകൾ വരുമ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വയർ ഫ്രെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനും കാണാൻ പറ്റും. സോ നമ്മൾ ഇത്രയാക്കി നമ്മളിതിനെ സ്കെയിൽ ചെയ്താണ് ചെയ്തത്. ഈ സാധനത്തിന് ഓവറോൾ നമ്മൾ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്കെയില് ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ടാവും. നമ്മൾ സ്കെയിൽ ഇവിടെ 0.5 0.3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് നമ്മൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാധിക്കും. ബെവലൊന്നും കറക്റ്റായിട്ട് വരില്ല, വലിഞ്ഞു പോകുന്ന പോലെയൊക്കെ വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്കെയിൽ നമ്മൾ റീസെറ്റ് ചെയ്യണം. Ctrl+A പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്കെയിൽ റീസെറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ കണ്ടോ 1:1 എല്ലാം 1 മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ഒരു കോർണർ റൗണ്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് മോഡിലേക്ക് പോയിട്ട് 2 ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എഡ്ജ് മോഡ് കിട്ടും. ഈ എഡ്ജിനെ എനിക്ക് ഈ എഡ്ജ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള എഡ്ജ് ഇത്രയും എഡ്ജ് സെലക്ട് ചെയ്യണം. 1 by 1 സെലക്ട്. ഇതിപ്പോൾ 4 എഡ്ജ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവാം. പക്ഷേങ്കിൽ നമ്മൾ ഒരുപാട് ലൂപ്പുകൾ എഡ്ജുകളുള്ള സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 1 by 1 സെലക്ട് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ഷോർട്ട് കട്ട് Ctrl+Alt പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിങ് കംപ്ലീറ്റ് സെലക്ട് ആവും. Ctrl+Alt പ്രസ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിങ് സെലക്ട് ആവും. അതൊരു ഷോർട്ട് കട്ടാണ്, എഴുതി വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ Ctrl+B, അതായത് ബെവലിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 4 കോർണറുകൾ നമുക്ക് ബെവൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഇതിൽ ഒരു 60 ബെവൽ ഉണ്ടാവും ഇതിന്. സോ ഞാനിവിടെ 60 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ 60 ഇതിൽ എല്ലാ സ്ഥലവും 6 mm ടാപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ടാപ്പർ മാത്രമേ ആവുന്നുള്ളൂ, ഇത് ഫില്ലറ്റ് ആവുന്നില്ല. ഫില്ലറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ മൗസ് വീല് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. നമ്മളെ മൗസ് വീല് മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എഡ്ജുകൾ കൂടി വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയൊരു എഡ്ജിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ നമ്മളെ എല്ലാ ഭാഗവും ഫില്ലറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇവിടെ വേണ്ടുന്നത് ഈ ഒരു പീസിന് ഒരു തിക്നെസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു തിക്നെസ് ഉണ്ട്. ഒരു 18 mm ആയിരിക്കാം, അല്ലെങ്കിൽ 12 mm. അത് നിങ്ങൾ മെറ്റീരിയലിനെ പറ്റി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വുഡിന്റെ തിക്നെസ്, അക്രലിക്കിന്റെ തിക്നെസ്, മെറ്റലിന്റെ തിക്നെസ് ഇതൊക്കെ പഠിച്ചു തുടങ്ങും. അപ്പം നമുക്ക് ഏകദേശം ഒരു 18 mm തിക്നെസ്സിൽ ഒരു ഓഫ്സെറ്റ് കൊടുക്കാം. നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് മോഡിലേക്ക് പോകുന്നു, ഫേസിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ 3 പ്രസ് ചെയ്യുന്നു, ഇതിൽ സെലക്ട് ചെയ്യുന്നു. അതേപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിന്റെ പുറകു സൈഡ് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 2 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇൻസേർട്ട് ചെയ്യണം. അതായത് ഈ ഫേസിനെ നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് എന്നുള്ള ഷോർട്ട് കട്ട് ആണ്. ഐ പ്രസ് ചെയ്യുന്നു, നിങ്ങൾക്ക് കാണാം വലിക്കുന്ന നേരത്ത് ഇങ്ങനെ വരും. ഇതിനൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വരെ ഇത് വരുള്ളൂ, പിന്നെ അത് കൊളാപ്സ് ആവാൻ തുടങ്ങും കേട്ടോ. കാരണം ഈ വരുന്ന എഡ്ജുകളൊക്കെ അവിടെ വെച്ചിട്ട് കൊളാപ്സ് ആവുന്നത് കൊണ്ടാണ്. സോ ഞാൻ ഇതിന് 18 mm തിക്നെസ് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെയും ഉണ്ട് കവർ, ഇവിടെയും ഉണ്ട് കവർ. നമുക്കിത് രണ്ടും വേണ്ട, ഡിലീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫേസ് സെലക്ട് ചെയ്തു, ഈ ഫേസ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതായത് വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണോ, എഡ്ജ് ഡിലീറ്റ് ചെയ്യണോ, ഫേസ് ഡിലീറ്റ് ചെയ്യണോ ഒക്കെ ചോദിച്ചിട്ട് നമുക്കിതിൽ ഫേസ് ആണ് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എഡ്ജിന്ന് ഇതങ്ങ് കട്ടായിരുന്നേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലല്ല, കാലിയാണ്. അതായത് ഇവിടെയും ഉണ്ട് കാലിയാണ്, ഇവിടെയും ഉണ്ട്, ബാക്കി ഇതിൻ്റെ ഉള്ളൊക്കെ കാലിയായിപ്പോയി. ഈ ഒരു പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കട്ടാവണ്ട, അതൊരു ഹോളോ ആയിട്ട് കട്ടായി കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ 2 ഭാഗവും സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബ്രിഡ്ജ് ഫേസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസും ആ ഒരു ഫേസും തമ്മിൽ ബ്രിഡ്ജ് കണക്ഷൻ വന്നിട്ട് അതവിടെ കട്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനത്തിന് Ctrl+A പ്രസ് ചെയ്തിട്ട് സ്കെയിൽ റീസെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നോക്കി ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു 3 വലിപ്പ് വേണം. ആ വലിപ്പിന് നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു എഡ്ജ് നമ്മൾ കോപ്പി ചെയ്യണം. ആ എഡ്ജ് എങ്ങനെ കോപ്പി ചെയ്യുക, നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് പ്രസ് ചെയ്യുക, എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എഡ്ജിൽ വന്നിട്ട് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് കംപ്ലീറ്റ് സെലക്ട് ആവും. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് എഡ്ജിൽ ഞെക്കി കഴിഞ്ഞാൽ ഈ ലൂപ്പ് കംപ്ലീറ്റ് സെലക്ട് ആവും. ആ ലൂപ്പിന് നമുക്ക് കോപ്പി എടുക്കാം. Shift+D പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് അതേ ആക്സസിൽ ഞാൻ പുറത്തേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ P പ്രസ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാണ്. നിങ്ങൾ P പ്രസ് ചെയ്യുക, അതായത് ഈ എഡ്ജിനെ ആ ഒബ്ജക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ P ആണ് ഷോർട്ട് കട്ട്.
P പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സെലക്ഷൻ ബൈ മെറ്റീരിയൽ ലൂസ് പാർട്ട്. സെലക്ഷനിലാണ് നമ്മൾ പോകുന്നത്. ബൈ മെറ്റീരിയലും ലൂസ് പാർട്ടും എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. അതിൻ്റെ വരുന്നിടത്ത് ആ സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. സോ സെലക്ഷനിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് സെലക്ട് ചെയ്യുന്ന കൺട്രോൾ എ പ്രസ് ചെയ്യുന്ന സ്കെയിൽ റീസെറ്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക. ആ ഒറിജിൻ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. കൺട്രോൾ ഓൾട്ട് എക്സ് കൊടുത്തിട്ട് ഒറിജിൻ ടു വോളിയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് നിൽക്കും. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിതിനെ എഡിറ്റ് മോഡിൽ പ്രസ് ചെയ്തിട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് എഡ്ജ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് സെലക്ട് ആവും. അതിനുശേഷം ഞാൻ ഇതിനെ ഫില്ല് ചെയ്യണം. എനിക്ക് ഈ സെലക്ഷനെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഷോർട്ട് കീ ആണ് എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെലക്ഷൻ എഡ്ജിനെ ഫില്ല് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഈ ലൈന് വെച്ച് കട്ട് ചെയ്യണം. അപ്പൊ ആ കട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു പുതിയ പ്ലെയിൻ ആഡ് ചെയ്യുക. അതിന് നമ്മൾ റൊട്ടേറ്റിൽ എക്സ് ആക്സസിൽ 90 എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ സൈസ്, അതായത് 464/564 അത് ഇവിടെ കൊടുക്കുക. 464/564 നമുക്ക് ഈ ഒരു പീസ് ഇവിടെ കിട്ടും. ഓക്കെ, ഇതിന്റെ എഡ്ജുമായിട്ട് നമ്മൾ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും, കാരണം ഇതിന്റെ സെൻട്രൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റിലേക്ക് പോവുക, കൺട്രോൾ R പ്രസ് ചെയ്യുക, ഇവിടെ 2 പീസാക്കിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ കള്ളിയുടെ സൈസ് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നൈഫ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. നൈഫ് ടൂൾ എടുക്കുക, ഇവിടത്തേക്ക് ഒരു കട്ട്, ചരിച്ചായാലും നേരെ ആയാലും ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഇവിടത്തേക്ക് വെക്കുക, എൻ്റർ കൊടുക്കുക, അടുത്തതെടുക്കുക, ഇവിടത്തേക്ക് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒബ്ജക്റ്റിനെ 3 പീസായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഇനി കട്ട് ചെയ്തതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇത് സ്ലാൻഡഡും ഇതും സ്ലാൻഡഡും ആണ്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എഡ്ജിലേക്ക് വരിക, ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം എസ് പ്രസ് ചെയ്തിട്ട് Z ആക്സസിലേക്ക് 0 കൊടുക്കുക. അതായത് സെലക്ട് ചെയ്യുക, എഡ്ജിനെ സ്കെയിൽ ചെയ്യണം എങ്ങോട്ടേക്ക്? Z ആക്സസിലേക്ക് 0. അപ്പോൾ എന്തായി? ആ ലൈൻ സ്ട്രെയിറ്റ് ആയി. ഇതേ സാധനം നിങ്ങൾക്ക് എക്സ് ആക്സസിലേക്ക് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയില് എക്സ് ആക്സസ് 0 കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും. ഇനി നമുക്ക് ഇവിടെ നമ്മളെ സ്നാപ്പിലേക്ക് പോയിട്ട് വേർട്ടെക്സ് സ്നാപ്പിൻ്റെ അകത്ത് ക്ലോസസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മൂവ് ചെയ്യുന്നിടത്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേർട്ടെക്സിൽ അത് സ്നാപ്പ് ആവും. അതേപോലെ ഈ എഡ്ജും ഈ വേർട്ടെക്സിൽ സ്നാപ്പ് ആവും. അങ്ങനെ നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് 3ആയി ഡിവൈഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു സിംഗിൾ പീസ് ഫേസ് ആണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തും അത് എഫക്റ്റ് ആവും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പീസിനെ തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്യണം. അതെങ്ങനെ കട്ട് ചെയ്യാം? ഈസിയാണ്. നമ്മൾ ആദ്യം ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ B പ്രസ് ചെയ്യുക, അതായത് ബെവൽ. ഈ ലൈനെ നമ്മൾ ബെവൽ ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൗസ് വീൽ പോകുന്ന സമയത്ത് നമുക്ക് കട്ടിങ് ഒക്കെ കാണിക്കും. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ 0 വെക്കുന്നു, ഇതിനെ ബെവൽ ചെയ്യുന്നു, 1.5 കൊടുക്കുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 1.5 അങ്ങോട്ടേക്കും 1.5 താഴോട്ടേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ്സെറ്റ് ആവും. 3 mm ഗ്യാപ്പ് കറക്റ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ഇനി ഇതിനെ നമുക്ക് ഈ ഫേസ് ആവശ്യമില്ല, ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക, ഫേസ് ഡിലീറ്റ്. നമ്മൾ ഈ ഫേസിനെ നമുക്ക് ഡിലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന് തിക്നെസ് വേണം. ഈ തിക്നെസ് എങ്ങനെ കൊടുക്കാം? ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടാബിൽ പ്രസ് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, പുറകിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക, 12 mm. അപ്പം നമുക്ക് എന്തായി? ആ പീസ് കിട്ടി. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരൊറ്റ പീസായിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഈസിയാണ്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടാബ് പോവുക, ഓൾട്ട് പ്രസ് ചെയ്യുക, കൺട്രോൾ ഇതുണ്ട ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. P പ്രസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂസ് ബൈ പാർട്സ് എന്നുള്ളതിൻ്റെ യൂസ് വരുന്നത്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലെ കട്ടായി കിടക്കുന്ന ഭാഗങ്ങൾ, ജോയിന്റ് ഇല്ലാത്ത ഭാഗങ്ങൾ ഒരു പീസാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കും. അങ്ങനെ ഈ 3നും തമ്മിൽ ഇപ്പം ജോയിന്റുകളൊന്നുമില്ല, 3 പാർട്ടായി കിടക്കുകയാണ്. ആ 3 പാർട്ടിനെയും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യും. ജസ്റ്റ് ലൂസ് ബൈ പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിനെ 3 പീസായിട്ട് ഇത് കട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ X ഒറിജിൻ ടു ജോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനിലേക്ക്, ഇതിന്റെ ജോമെട്രിന്റെ ഒറിജിനിലേക്ക് ഈ ഇതിലൊക്കെ ഒറിജിൻ പോയിട്ട് സെറ്റ് ആവുന്നത് കാണാം. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം കാണാം. ഇവിടെ നമുക്കൊരു ഡീറ്റെയിൽ ഉണ്ട്, ഒരു ചെറിയ കട്ട്.
ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് എങ്ങനെ നമ്മൾ എഴുതും? ഓക്കെ, അത് നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാനൊന്നും കൂടി ഈ സെപ്പറേറ്റ് ചെയ്തതിനെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നിട്ടായിരുന്നു ചെയ്യേണ്ടിരുന്നത്, പക്ഷെ ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഈ സെപ്പറേറ്റ് ചെയ്ത സിംഗിൾ മെഷീനെ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജോയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും പിന്നെ. ഓക്കെ, അപ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി നേരത്തെ നമ്മൾ സെലക്ട് ചെയ്യുക, പി പ്രസ് ചെയ്യുക, സെപ്പറേറ്റ് ബൈ ലൂസ് പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് പീസായിട്ട് വരും. ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂളിയൻ ചെയ്യുന്നിട്ട് മൂന്ന് ഒബ്ജക്റ്റ് ആകുമ്പോൾ സെലക്ഷന് പ്രശ്നം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഇതിനകത്ത് എങ്ങനെ കൊണ്ടുവരുന്നത് നോക്കാം. സെയിം നമ്മളിവിടെ ഒരു മെഷ് ആഡ് ചെയ്യുന്നു, ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു, റൊട്ടേറ്റ് എക്സ് ആക്സസിലേക്ക് 90, അതിനുശേഷം അതിനൊന്ന് സ്കെയിൽ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഡയമെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം നമ്മൾ ഒരു ജസ്റ്റ് റഫ് വെച്ച് പരിപാടി കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ഇതിനെ സ്നാപ്പ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിനെ കണക്കാക്കിയിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് രണ്ട് സൈഡിലേക്കും എക്സ്ട്രൂഡ് ചെയ്യണം. സ്കെയിലിൽ എക്സ് ആക്സിസിലേക്ക് ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഒരു സൈസിലെ എനിക്ക് ഇത് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ കാണാം ഇത് നമ്മൾ ഈ ഒരു സൈസിലേക്ക് സ്കെയിൽ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനം ഇതിൻ്റെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനത്തിന് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യണം. എങ്ങനെ കട്ട് ചെയ്യാം? നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോകുന്നു, ഫേസ് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈ സാധനം ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ സ്കെയിൽ ചെയ്തതിനെ നമ്മളൊന്ന് സ്കെയിൽ റീസെറ്റ് ചെയ്യണം. അതിനുശേഷം എഡിറ്റിലേക്ക് പോയിട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിങ് സെലക്ട് ആവും. നിങ്ങൾക്ക് കാണാം ഈ റിങ് സെലക്ട് ആയിട്ടുണ്ട്. കൺട്രോൾ ബി പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ ബെവൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇവിടെ വെക്കുക, നമ്മൾ മൗസ് വീൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കും. ഈ ഒരു ഓക്കെ, ഈ ഒരു ഷേപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ഷേപ്പ് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തേക്കും കൂടെ ഇതിനെ മൂവ് ചെയ്ത് വെച്ചു. ഇനി ഇതും സെലക്ട് ചെയ്തിട്ട് ഒരു ജോയിൻ്റ് ആക്കി. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ്, ഇതിൻ്റെ അകത്തുനിന്ന് ബൂളിയൻ ചെയ്യണം. സോ ആഡ് മോഡിഫയറിൽ പോവുക, ജനറേറ്റിൽ ബൂളിയൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി. ബൂളിയൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കട്ടായിനോ ഇല്ലയോ എന്ന് മനസ്സിലാവട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഔട്ട്ലൈനറിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും നിങ്ങൾ ഏത് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ നിങ്ങൾ ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹൈലൈറ്റ് കാണിക്കും. അപ്പോൾ ഇതെന്താ, ഇത് കട്ടായിട്ടില്ല. സംഭവം നമ്മൾ അവിടെ വെച്ചെടുക്കുന്നത് ഇത് കട്ടായിട്ടില്ല. എന്തുകൊണ്ട് കട്ടായിട്ടില്ല? ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇത് ആ ഓപ്ഷനിൽ വർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മാൻ ഫോൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഫ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ ആ സാധനം കട്ടായി പോയിട്ടുണ്ട്. ഈ കട്ടായ സാധനത്തിന് നമുക്ക് പെർമനൻ്റ് ആയിട്ടും ഒഴിവാക്കണമെന്നുണ്ട്. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഏത് ഭാഗത്ത് വേണ്ടിയെങ്കിലും മൂവ് ചെയ്യോ ആ ബൂളിയൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിപ്പം വിസിബിൾ സോളിഡിലാണുള്ളത്. ആ സോളിഡ് നിങ്ങൾ ഒബ്ജക്ട് പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസിബിലിറ്റി ഡിസ്പ്ലേ ഓർ വ്യൂ പോർട്ട് ഡിസ്പ്ലേ വിസിബിലിറ്റി എന്നുണ്ടാവും. വ്യൂ പോർട്ട് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചേർഡ് എന്നുള്ളവർക്ക് നിങ്ങൾ വയർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വയർ ഫ്രെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ മാനുവലി ഈ വയറിനെ പിടിച്ചിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബൂളിയൻ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ റിയൽ ടൈമിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സ്കെയിൽ ചെയ്യാം, മൂവ് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത്. സോ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യുക, വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു മെഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നോൺ എഡിറ്റബിൾ ഒബ്ജക്റ്റ് ആയിട്ട് ആ ബൂളിയൻ മാറും. പിന്നെ അത് ഒരു പ്രാവശ്യം നമ്മൾ എഡിറ്റബിൾ മെഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ബൂളിയൻ അവിടെ എഫക്റ്റ് ആകും. ബൂളിയൻ കഴിഞ്ഞ് ഓക്കെ, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കത് വലുതാക്കണോ ചെറുതാക്കണോ ചെയ്യണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കാം. ഇത് വയർ ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വയർ ഫ്രെയിമിലേ കാണുള്ളൂ. വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഹൈഡ് ചെയ്താൽ ഞാൻ ഇതും സെലക്ട് ചെയ്തിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു. ഓക്കെ, നമുക്കപ്പം ഈ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഭാഗത്ത് സോളിഡ് ആയിരിക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇതിലിട്ട് ഓൾട്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് കിട്ടും. ആ പീസിനെ നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു.
പി പ്രസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് മോഡിലേക്ക് വരുന്നു, സെലക്ട് ചെയ്യുന്നു, ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ ഫില്ല് ചെയ്യുന്നു, എക്സ്ട്രൂഡ് 12 mm കൊടുക്കുന്നു. ഇതിനെ കൺട്രോൾ ഓൾട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ഒറിജിൻ ടു ജോമെട്രി ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഫേസിലേക്ക് ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് കവറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പോർഷൻ റെഡി. പക്ഷേ നമുക്ക് കാണാം ഇവിടെ ഒരു ബെവല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ബെവൽ ചെയ്യണം. ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പ്രസ് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിലും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 ലൂപ്പും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ബി പ്രസ് ചെയ്തിട്ട് ഇതിന് നമ്മളൊരു ബെവല് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബെവൽ ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്മൂത്ത്നെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെവലും കിട്ടി, രണ്ടും സെലക്ട് ആവുകയും ചെയ്തു. സോ ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ലെഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലെഗിനും അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു, ഒരു പ്ലെയിൻ ആഡ് ചെയ്യുന്നു. സ്കെയിലിൽ ഞാൻ ഏകദേശം ഈ ലെഗിന് ഒരു 50/50 കൊടുക്കാം. നമുക്ക് 50/50 കൊടുത്തിട്ട് അവിടെ ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എഡിറ്റ് മോഡിലേക്ക് വന്നു, ഇതിൻ്റെ ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിനെ താഴോട്ടേക്ക് വലിച്ചു. ഈ ഒരു ഹൈറ്റ് മതി, ഒരു 100 cm 10 cm താഴോട്ടേക്ക് വലിച്ചു. ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് ബെവൽ ചെയ്യണം. അതെങ്ങനെ? നമ്മൾ കൺട്രോൾ എ പ്രസ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മോഡിലേക്ക് വന്നിട്ട് എഡ്ജ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റിംഗ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ ബി പ്രസ് ചെയ്യുക, ഇതിനെ നമ്മൾ ഇങ്ങനെ ബെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് ചെറുതും മോൾ ഭാഗം കുറച്ച് വലുതുമാണ്. എഡിറ്റിലേക്ക് പോവുക. അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്തിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യുക. സോ ആ ഭാഗം ചെറുതാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ചരിവ് കാണുന്നുണ്ട്. ഇതിനെ വലത്തോട്ടേക്കൊന്ന് ഇങ്ങനെ വലിച്ചാൽ ഇതിൻ്റെ ചരിവ് കിട്ടും. ഇത് സെലക്ട് ചെയ്യുക. ഇതിനെ നമുക്ക് നേരെ ഓപ്പോസിറ്റിലേക്ക് വേണം. സോ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക, എസ്കേപ്പ് കൊടുക്കുക. സ്കെയിലിൽ എക്സ് ആക്സസിൽ -1 ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഈ സൈഡിലേക്ക് വന്നിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് പുറകിലേക്ക് വെക്കുക. അപ്പോൾ ഇത്രയായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ഒരു മുകളിലത്തെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു പുതിയ പ്ലെയിൻ എടുത്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റിലേക്ക് പോവുക. ഇവിടെ നിന്ന് ഈ ഫേസ് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് മുകളിലേക്ക് വെക്കുക. പി പ്രസ് ചെയ്യുക, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കൺട്രോൾ ഓൾട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ഒറിജിൻ ടു ജോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോമെട്രിയിലേക്ക് അതിൻ്റെ ഒറിജിൻ പോയി നിൽക്കും. ഇതിന് ഏകദേശം എൻ്റെ ഒരു കണക്കിൽ ഇത്രയേ ഹൈറ്റ് ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഈ എഡ്ജ് ഈ ഒരു എഡ്ജുമായിട്ട് മാച്ച് ആവണം. അത് നമ്മൾ എഡിറ്റിലേക്ക് പോവുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക. ഈ എഡ്ജിനെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു വേർട്ടെക്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേർട്ടെക്സിന് ഇത് കറക്റ്റായിട്ട് പോയിട്ട് സ്നാപ്പ് ആവും. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. സോ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഏകദേശം ഇത്രയേ ഉള്ളൂ. ആ ഒരു ടേബിള് ഇവിടെ വെക്കുക, പി പ്രസ് ചെയ്യുക, താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇവിടെ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പ്രസ് ചെയ്യുക, ഈ കോർണർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്തിട്ട് ഒരു 50 mm ഇതിനെ കർവ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഫില്ലറ്റ് എമൗണ്ട് ആണ് പറയുന്നത് 50 mm. അടുത്തത് നമുക്ക് ഇതിന് ഈ കോർണറുകൾ റൊട്ടേറ്റ് ചെയ്യണം, കോർണറുകൾ ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് തിക്നെസ് വേണം. അപ്പോൾ അതെങ്ങനെ തിക്നെസ് കൊടുക്കാം? നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഉപയോഗിച്ചിട്ടുള്ള എക്സ്ട്രൂഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇതൊരു വിയേർഡ് ഷേപ്പിലേക്കാണ് ഈ സാധനം പോകുന്നത്. ഇങ്ങനെയല്ല, നമുക്ക് ശരിക്കും തിക്നെസ് ആണ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമാൻഡ് പോലെ ഇതിൽ ഒരു മോഡിഫയർ ഉണ്ട്. ആ മോഡിഫയറിൻ്റെ പേരാണ് സോളിഡിഫൈ. സോളിഡിഫൈ മോഡിഫയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു തിക്നെസ് വന്നിട്ടുണ്ടാവും. ഇത് ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10 mm, ഇതിൻ്റെ 10 mm തിക്നെസ്സിലാണ് ഇത് ഉള്ളത്. അതിൻ്റെ അടിയിൽ കാണുന്നത് -1, അത് ഓഫ്സെറ്റ് ആണ്. ഇത് നമ്മൾ +1 ആക്കുന്നതാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഉൾഭാഗത്തേക്ക് പോകും. ഇനി -1 ആക്കുന്നതാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് പോകും. ഇവിടെ ഈവൻ തിക്നെസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ് ഈവൻ തിക്നെസ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിരിക്കും. ഓക്കെ,
ഇനി നമ്മൾ ഇതിന് ഞാനൊരു 18 mm തിക്നെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18 mm ഒരു തിക്നെസ്സിൽ ഒരു പാനൽ ബെൻഡായിട്ട് വന്നു. ഈ പാനലിന് നമ്മൾ ഇനി നമുക്ക് ഇവിടെ കർവ് ചെയ്യണം. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ ഒരിക്കലും കർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഇപ്പോഴും ആ പ്ലെയിനിൽ ആ മോഡിഫയർ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ മോഡിഫയറിനെ നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനെങ്ങനെ ചെയ്യും? 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു മെഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡിഫയർ അതിൽ അപ്ലൈ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ആ മോഡിഫയറിന്റെ സൈഡിൽ ഒരു ആരോ പാനൽ കാണാൻ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിലേക്ക് അപ്ലൈ ആയി. സോ ഇനി നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഡിറ്റിലേക്ക് പോവുക, ഈ എഡ്ജും സെലക്ട് ചെയ്തതിന് ശേഷം Ctrl B പ്രസ് ചെയ്തിട്ട് ഒരു 50 mm കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് 50 mm ഇവിടെ ഫില്ലറ്റ് ആവും. അതേപോലെ ഇവിടെയും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് Ctrl B പ്രസ് ചെയ്തിട്ട് 50 mm കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 50 mm ഇത് നിൽക്കും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കട്ട് ഉണ്ട്. അതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വരിക, ഈ ഫേസ് നമുക്ക് ഇത് തന്നെ മതി, ധാരാളമാണ്. ഈ ഫേസിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് D പ്രസ് ചെയ്തിട്ട് ഈ ഫേസിനെ പുറത്തേക്ക് വലിക്കുക, P പ്രസ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ Ctrl Alt X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിൻ ടു ജോമെട്രി കൊടുത്ത ജോമെട്രിയിലേക്ക് അതിൻ്റെ ഒറിജിൻ വരും. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടി കർവാണ്, ഇതിൻ്റെ മേളിൽ സ്ട്രെയിറ്റ് ആണ്. സോ അത് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? സിമ്പിൾ, എഡിറ്റിലേക്ക് പോവുക, ഈ നൈഫ് ടൂൾ എടുക്കുക, ഇവിടെ നിന്ന് ഒരു കട്ട് ഇവിടത്തേക്ക് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അതിനുശേഷം ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, S ആക്സസിലേക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റായി. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം വേണ്ട ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പോൾ നമുക്ക് ഇതിനെ ഫ്ലാറ്റ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒറിജിനെ ജോമെട്രി ടു ഒറിജിൻ കൊടുക്കുക. നമുക്ക് ഏകദേശം ഇത് ഈ റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് നമ്മൾ കാണുന്ന പിക്ചറിലും അങ്ങനെ തന്നെയാണുള്ളത്. ഇതിൻ്റെ സൈസ് നമുക്ക് എഡ്ജിൽ എഡിറ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് താഴോട്ടേക്ക് വലിക്കാം, ഇത്രയേ വേണ്ടുള്ളൂ. അതേപോലെ ഈ 2 സൈഡിൽ നമുക്ക് സെലക്ട് ചെയ്യുക, എസ്സിൽ Y ആക്സസിൽ നമ്മളിതിനെ ഒന്ന് സ്കെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര മതിയാവും. അതിനുശേഷം ഇതിനൊന്ന് താഴോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി, ആ സൈസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വെച്ചതിന് ശേഷം ബൂളിയൻ ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ. സോ ഇതിനെ സെലക്ട് ചെയ്യുക, Ctrl A പ്രസ് ചെയ്തിട്ട് സ്കെയിൽ റീസെറ്റ് ചെയ്യുക, എഡിറ്റിലേക്ക് പോവുക, ഫേസ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എക്സ്ട്രൂഡിൽ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. നമ്മളിതിനെ കട്ട് ചെയ്യാൻ പാടും, ബൂളിയൻ. രണ്ടാമത് നമ്മൾ ബൂളിയൻ ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു, നമ്മളിവിടെ ആഡ് മോഡിഫയർ ആയിട്ട് ജനറേറ്റിൽ ബൂളിയൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പെൻ ടൂൾ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ വിസിബിലിറ്റി പോവുക, വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ ടെക്സ്ചേർഡിൽ വയർ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് കട്ടായിട്ടില്ല. അപ്പോൾ എന്താ സംഭവം? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രശ്നം തന്നെയാണ്. ബ്രാഞ്ചിൽ ക്ലിക്ക് ചെയ്യുക, ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കട്ടായി കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് ഞാൻ കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനത്തിന് നിങ്ങൾക്ക് ഇനി കർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കർവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ കാണുന്ന ബോക്സിനെ കർവ് ചെയ്താൽ മതി. ഞാൻ എഡിറ്റ് മോഡിലേക്ക് പോയിട്ട് ഈ 4 Ctrl Alt പ്രസ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിങ് സെലക്ട് ആയി കണ്ടില്ലേ, എഡ്ജ്. Ctrl B പ്രസ് ചെയ്തിട്ട് നമ്മൾ വലിക്കുന്ന നേരത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കർവ് ബൂളിയനിൽ സെലക്ട് ആവും. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇതിനെ എങ്ങോട്ട് വേണ്ടിക്കലും മൂവ് ചെയ്യാം, ആ ബൂളിയൻ അവിടെ തന്നെ മെയിൻറ്റെയിൻ ആവും. ഓക്കെ, ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഓരോ ഒബ്ജക്റ്റും 3Dയിൽ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ്. ഒരു ഒബ്ജക്റ്റും ഷാർപ്പായി ഉണ്ടാവില്ല. എല്ലാ ഒബ്ജക്റ്റിനും എഡ്ജ് ഒരു സ്മൂത്ത് ഉണ്ടാവും. നിങ്ങൾ റിയൽ ലൈഫിൽ ഏത് ഒബ്ജക്റ്റ് എടുത്ത്, ഇപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് നോക്കിയാൽ പോലും ആ ഗ്ലാസിൻ്റെ എഡ്ജ് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടാവും. അതേപോലെ ഏത് സാധനത്തിൻ്റെയും എഡ്ജ് ഒരു റൗണ്ട് ആയിരിക്കും. സോ നമ്മൾ ഇതിനും നമുക്കൊരു ചെറിയ റൗണ്ട് വേണം, എന്നാലേ അത് റിയലിസ്റ്റിക്കിലേക്ക് മാറും. നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും അതിനൊരു റൗണ്ട് ചെറുങ്ങനെ ഉണ്ടാവും. സോ ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആഡ് മോഡിഫയറിൽ ജനറേറ്റിൽ ബെവൽ എന്നിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഇവിടെ ബെവലായിട്ടുണ്ടാവും. ഇവിടെ ഒരു ബെവൽ വന്നിട്ടുണ്ട്. ആ ബെവലിൻ്റെ എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സെഗ്മെൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 2 mm ബെവൽ കൊടുത്തിട്ട്
ഈ സെഗ്മെന്റ് ഒരു 12 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഇങ്ങനെ അത് മാറിയിട്ടുണ്ടാവും. ഈ സാധനം നമ്മൾ കൊടുത്തത് ഈ ബൂളിയൻ വന്ന ആ സ്ഥലത്തും ഈ സാധനം എഫക്റ്റ് ആവും. കണ്ട, ഈ ബൂളിയൻ വന്നതിലും അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബൂളിയനിൽ അത് മര്യാദയ്ക്ക് വരാണ്ട് ഇവിടെ മാത്രം കറക്റ്റ് ആയിട്ട് വന്നത്? കാരണം ഈ സാധനം കിടക്കുന്നത് ഇതിന്റെ അടിയിലാണ്. ഈ ബെവൽ എടുത്തിട്ട് ഈ ബൂളിയന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിനതിന്റെ ആവശ്യം ഇല്ല ഇതിന്റെ ഉള്ളില്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ബെവൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട്, അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം ഈ ഒരു പീസ് സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പ്രസ് ചെയ്യുക, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം Shift D പ്രസ് ചെയ്തിട്ട് കോപ്പി എടുത്തു. പക്ഷെ നമുക്കത് അവിടെ തന്നെ വേണം. എസ്കേപ്പ് പ്രസ് ചെയ്യുക, അത് അവിടെ തന്നെ വരും. P പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് S പ്രസ് ചെയ്തിട്ട് അതിന്റെ ഒറിജിൻ ചേഞ്ച് ചെയ്യണം. Ctrl+Alt+X പ്രസ് ചെയ്തിട്ട് ഒറിജിൻ ടു ജോമെട്രി കൊടുക്കുക. SX നമ്മളതിനെ ചെറുതാക്കുന്നു. അതേപോലെ തന്നെ SY പ്രസ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇതിലേക്ക് സ്നാപ്പ് ചെയ്യുന്നു. അതേപോലെ ഇതിന്റെ രണ്ട് സൈഡിലും ഓരോ വുഡൻ പീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കോപ്പി എടുക്കുക, Shift D പ്രസ് ചെയ്യുക, ഇവിടത്തേക്കും Shift D പ്രസ് ചെയ്തിട്ട് ഇവിടത്തേക്കും അതിനെ മൂവ് ചെയ്യുന്നു. ഈ രണ്ട് സൈഡിലെ രണ്ട് പീസിനെ സെലക്ട് ചെയ്തിട്ട് സ്കെയിലിൽ Y ആക്സസിൽ സ്കെയിൽ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇതിൽ നമ്മൾ ആ ബെവൽ കൊടുക്കണം. അപ്പം എങ്ങനെ കൊടുക്കും? ഇത് മൂന്നിനെ സെലക്ട് ചെയ്യുക, Ctrl+A പ്രസ് ചെയ്യുക, ഇതിന്റെ സ്കെയിൽ റീസെറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ Ctrl+A പ്രസ് ചെയ്തിട്ട് നമുക്ക് ബെവൽ ചെയ്യാം. അതിലും ഈസിയുള്ള പരിപാടിയാണ്. നമ്മൾ നേരത്തെ ചെയ്ത് ആഡിൽ പോയിട്ട് ജനറേറ്ററിൽ ബെവൽ കൊടുക്കുന്നത്. നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബെവലായി കാണാൻ പറ്റും. ഇവിടെ ഞാൻ 1 mm കൊടുത്തു കഴിഞ്ഞാൽ 1 mm അതിന് ബെവൽ ചെയ്തിട്ടുണ്ടാവും. ഒരു 3 സെഗ്മെന്റ് ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിനും അത് ചെയ്യണം, ഇതിനും അത് ചെയ്യണം. ഓക്കെ, ഇതിനും നമ്മൾ ബെവൽ ചെയ്യണം, ഇതിനും നമ്മൾ ബെവൽ ചെയ്യണം. രണ്ടാമത്തെ റിപ്പീറ്റേഷൻ ഇതേ സെയിം സാധനം ചെയ്യുന്നതിന് പകരം ഇതും സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, Ctrl+L പ്രസ് ചെയ്യുക. അതിൽ കോപ്പി മോഡിഫയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മോഡിഫയർ അതിൽ രണ്ടിലേക്കും കോപ്പി ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് 3 ബെവൽ വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ കോപ്പിയിലേക്ക് നിങ്ങൾക്ക് മോഡിഫയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒബ്ജക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പം ജസ്റ്റ് കോപ്പി പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സാധനത്തിന് നമുക്ക് ഒരു വ്യൂവിൽ വെച്ചിട്ട് നോക്കാം. ജസ്റ്റ് ഒരു 95 ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് ആ ഒരു ടേബിളിൻ്റെ ലുക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു റെൻഡറിങ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക ആ ഒരു ലുക്ക്. ഇതിൽ നമ്മൾ ബൂളിയൻ ചെയ്ത് ഈ പീസ് കാണുന്നത് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡ്രോവറിൻ്റെ ബൂളിയൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഈ ഔട്ട്ലൈനറിൽ എങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അത് ഹൈലൈറ്റ് ആവും. അതിൽ നിങ്ങൾ ഇതും ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ റെൻഡറിലോ ഈ 2 ഐ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വ്യൂ പോർട്ടിൽ ഹൈഡ് ചെയ്യാനും ഒന്ന് റെൻഡറിൽ ഹൈഡ് ചെയ്യാനുമാണ്. സോ ഇതും ഹൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യൂ പോർട്ടിലോ റെൻഡറിലോ അത് കാണത്തില്ല. പക്ഷേങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഫില്ലങ്ങ് മാറും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടനോട് കൺവേർട്ട് പോളിയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടോ മാറ്റിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെറിയ ടേബിൾ ഉണ്ടാക്കേണ്ട മോഡലിംഗ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സംസാരിക്കാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയങ്ങ് പോകും. പക്ഷെ ഇത് 1 by 1 പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ട്യൂട്ടോറിയലിൽ നമുക്ക് ഇത് എങ്ങനെ ഈ ഒരു വുഡൻ മെറ്റീരിയൽ കൊടുക്കാം, എങ്ങനെ ചെറിയ സാമ്പിൾ ആക്കിയിട്ട് റെൻഡർ ചെയ്തെടുക്കാം എന്നൊക്കെ നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.